അപ്പോൾ വൈറ്റമിൻ സി കഴിച്ചാൽ ഫേസ് നിറം വെക്കുമോ, ഒപ്പം ബോഡി നിറം വെക്കുമോ? അത് മാത്രമല്ല, ഈ ഒരു വൈറ്റമിൻ സി കഴിച്ചാൽ നിങ്ങൾക്ക് വല്ല സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ? നിങ്ങൾക്ക് ഒരു ഫേസ് പാക്കോ ട്രൈ ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് വൈറ്റമിൻ ഡ്രിങ്ക് കഴിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബോഡിയിലൊക്കെ നിറം വെക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഫുൾ ബോഡി പാക്കൊക്കെ ഇടാനും നിങ്ങൾക്ക് ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്കിൻ, അതായത് ഫേസ് മാത്രം നന്നായി നല്ല കളർ ഉണ്ടാവും, ഫുൾ ബോഡി നിറം വെക്കണം എന്ന് ആഗ്രഹമുണ്ടാവും. ഫേസും ഫുൾ ബോഡിയും നന്നായിട്ട് നിറം വെക്കണം, അത് മാത്രമല്ല സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഫേസ് പാക്കുകളൊക്കെ ട്രൈ ചെയ്തിട്ട് ഒട്ടും റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫേസ് പാക്ക് ഇടാൻ മടിയാണ്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും, അത് മാത്രമല്ല സ്കിന്നിൽ നിങ്ങൾക്ക് അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ, മുഖക്കുരു ഉണ്ടെങ്കിൽ, പാടുകളുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെന്താണ് ഈ ഒരു റെമഡി എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ സിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. വൈറ്റമിൻ സി എല്ലാവർക്കും അറിയാം, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് ഈ ഒരു വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റമിൻ സി നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഒന്നില്ലെങ്കിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാവുന്നതാണ്, ഫ്രൂട്ട്സുകൾ കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ടാബ്ലറ്റ് വഴി നമുക്ക് വൈറ്റമിൻ സി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വൈറ്റമിൻ സി ടാബ്ലറ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വൈറ്റമിൻ സി കഴിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും, വൈറ്റമിൻ സി കഴിച്ചവർക്ക് നല്ല സ്കിൻ നന്നായിട്ട് നിറം വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ധാരാളം പേര് വൈറ്റമിൻ സി ടാബ്ലറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ സി ടാബ്ലറ്റ് ചിലവരൊന്നും കഴിക്കാതെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ. സോ ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കുന്ന വൈറ്റമിൻ സി എന്ന് പറയുന്ന ടാബ്ലറ്റ് കേട്ടോ. അപ്പോൾ ഇതൊരു വൈറ്റമിൻ സി നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് ആണ് ഈ പറയണത്. അപ്പോൾ ഇത് എനിക്കൊരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് തന്നതാണ്. എനിക്ക് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം വൈറ്റമിൻ സി ടാബ്ലറ്റും കൂടി എഴുതി തരാമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു ടാബ്ലറ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ. ഇതിൻ്റെ അതായത് വൈറ്റമിൻ സി ധാരാളം നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും, നല്ലത് നോക്കി വാങ്ങണം കേട്ടോ. അപ്പോൾ വൈറ്റമിൻ സി ടാബ്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രൂട്ട്സിലൂടെയും മറ്റേത് ഭക്ഷണത്തിലൂടെയൊക്കെ കിട്ടുന്നത്, നമുക്കൊരു ടാബ്ലറ്റ് വഴി നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള വൈറ്റമിൻ സി ഈ ഒരു ടാബ്ലറ്റ് വഴി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റിനെ കുറിച്ചിട്ടാണ് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാകും. ഇത് കഴിച്ചാൽ കളർ വയ്ക്കുമോ, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ വല്ല സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ, ഇത് എപ്പോഴാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അത് മാത്രമല്ല, ഇത് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുമെന്നും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനിത് കഴിച്ചിട്ടുണ്ട്, അപ്പോൾ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസും കൂടി ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പലർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോണത് വൈറ്റമിൻ സിൻ്റെ ഗുണങ്ങളാണ്. അതിന് മുമ്പായിട്ട് ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് എങ്ങനെയാണ് ഇരിക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാ വൈറ്റമിൻ സിയും ഈ ഒരു കളറിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ വൈറ്റമിൻ സി ടാബ്ലറ്റ്. ഇത് കളറിലാണ് കേട്ടോ എല്ലാ വൈറ്റമിൻ സിയും ഞാൻ കണ്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ലൈറ്റ് പിങ്കും ഓറഞ്ചും മിക്സ്ഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഉള്ള ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വൈറ്റമിൻ സി കഴിക്കുന്നത് എന്തിനാണ്? ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് നമ്മൾ കഴിക്കും തോറും നമ്മുടെ ഫേസിലുണ്ടാവുന്ന റിങ്കിൾസ് അതൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഏജിങ് പ്രോസസ്സ് കുറച്ച് സ്ലോ ഡൗൺ ആക്കിയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ഈ കണ്ണിൻ്റെ അടിയിലും ലിപ്പിൻ്റെ അവിടെയൊക്കെ പെട്ടെന്ന് നമുക്ക് റിങ്കിൾസ് വരും ഏജ് കൂടുമ്പോൾ. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതൊക്കെ റിങ്കിൾസൊക്കെ കുറച്ച് കൊണ്ടുവരാനും, റിങ്കിൾസൊക്കെ കുറച്ച്, അതായത് വരുന്നത് കുറച്ചൊക്കെ പതിയെ ആക്കാനൊക്കെ ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുന്നതിൻ്റെ വേറൊരു ഗുണമെന്ന് പറയുന്നത്, ചിലർക്കൊക്കെ ഫേസിൽ
കവിളിൽ വേറൊരു കളറ്, അല്ലെങ്കിൽ മൂക്കിൽ വേറൊരു കളറ്, ഈ നെറ്റിയിൽ വേറൊരു കളറ്, ഇങ്ങനെ ഒരു അൺഈവൻ സ്കിൻ ടോൺ ആയിരിക്കും ചിലവർക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ ഒരു അൺഈവൻ സ്കിൻ ടോൺ കൊണ്ട് അതായത് ചിലപ്പോൾ ഈ നെറ്റിയിലൊക്കെ നന്നായിട്ട് ഈ ഒരു കളർ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അൺഈവൻ സ്കിൻ ടോൺ മാറ്റിയിട്ട് ഒന്ന് ഈവൻ സ്കിൻ ടോൺ ആക്കാൻ, അതായത് ഫേസ് എല്ലാം ബോഡി എല്ലാം ഒരേ നിറത്തിലിരിക്കാനും ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുന്നതിലൂടെ നമുക്ക് അങ്ങനെ കളറാക്കി മാറ്റി എടുക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു ഗുണമെന്ന് പറയുന്നത്, നമുക്ക് വൈറ്റമിൻ സി ഈ ഒരു ടാബ്ലറ്റ് എടുക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കൊളാജിൻ പ്രൊഡക്ഷൻ, സ്കിന്നിൽ ഉണ്ടാകുന്ന കൊളാജിൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതിലൂടെ നമുക്ക് നല്ലൊരു സ്കിന്നിന് ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എല്ലാവർക്കും ചിലർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ ഒരു ടീനേജ്, ആ ഒരു 18 വയസ്സ് ആ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മുഖത്ത് കുരു, പാട്. അതൊക്കെ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ ഫേസിൽ ഓരോരോ ഹോർമോണിലെ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ പാടുകൾ മുഖത്തൊക്കെ വരാറുണ്ട്. അല്ലാത്തവർക്കും ഇതുപോലെ മുഖത്ത് പാടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു മുഖക്കുരു മാറ്റാനും പാടുകൾ മാറ്റാനും ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ ഫേസിൽ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാടുകളും ഈ ഒരു മുഖക്കുരുവൊക്കെ മാറ്റാനും ബ്രേക്കേജുകളൊക്കെ തടയാനും മുഖക്കുരു ചിലപ്പോൾ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്, അതൊക്കെ തടയാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഫേസിൽ ഈ മുറിഞ്ഞ പാടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിയിട്ട് മാന്തിയ പാടുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ബെസ്റ്റാണ് ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് ഒന്നാണ് നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ. സ്കിൻ നാച്ചുറലായിട്ട് ഫേസിലൊന്നും അപ്ലൈ ചെയ്യാതെ നാച്ചുറലായിട്ട് ഗ്ലോ ചെയ്യണമെന്ന് ആഗ്രഹം പലർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ പലതും ട്രൈ ചെയ്തിട്ട് ഒട്ടും നാച്ചുറൽ റെമഡീസ് ഒക്കെ ട്രൈ ചെയ്തിട്ടും ഒട്ടും ഗ്ലോ ആവുന്നില്ലെങ്കിൽ ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ഫേസ് നല്ല ഗ്ലോയിങ് ആയിരിക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒപ്പം സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ, നന്നായിട്ട് നിറം വയ്ക്കാനും, ഫേസ് മാത്രമല്ല ഫുൾ ബോഡി നന്നായിട്ട് ഒരേ അൺഈവൻ സ്കിൻ ടോണിൽ നിന്ന് മാറിയിട്ട് ഈവൻ സ്കിൻ ടോണിലേക്ക് മാറാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു വൈറ്റമിൻ സി. പിന്നെ ഈ ഒരു സൺ ടാൻ ഒക്കെ നിങ്ങൾക്ക് ഫേസിൽ നന്നായിട്ടുണ്ട്, സൺ ടാൻ മാറണം എന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു വൈറ്റമിൻ സി നന്നായിട്ട് നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് എടുക്കുന്നതിലൂടെ അതിലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ വൈറ്റമിൻ സി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ സി എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. വൈറ്റമിൻ സി നമുക്ക് ഡേയിൽ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് കഴിക്കാം, രാവിലെ കഴിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കാം, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിക്കാം കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കേണ്ടത്? നമുക്ക് ഒന്നില്ലെങ്കിൽ വെള്ളം നമ്മൾ സാധാരണ എങ്ങനെയാണോ ഗുളിക കഴിക്കുന്നത് അതുപോലെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചൂയിങ്കം പോലെ നമുക്ക് ചവച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. പിന്നെ ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് നമ്മൾ കഴിക്കുമ്പോൾ ഫസ്റ്റൊക്കെ നമുക്ക് ഗ്യാസ് ട്രബിൾ പോലെ തോന്നും, നെഞ്ചരിച്ചിൽ പോലെയൊക്കെ തോന്നാറ് ഒരു ചാൻസ് ഉണ്ട്. പിന്നെ വൈറ്റമിൻ സി നമ്മൾ മുടങ്ങാണ്ട് കഴിക്കണം. നമ്മൾ മറക്കാതെ നമ്മളൊരു 3 മാസമെങ്കിലും വൈറ്റമിൻ സി എടുത്താൽ മാത്രമാണ് ഗുണം കിട്ടുള്ളൂ കേട്ടോ. അതല്ല വൈറ്റമിൻ സി 1 മാസം കഴിച്ചിട്ട് ചിലപ്പോൾ നിർത്തി പോകുന്നവരുണ്ടാവും. അങ്ങനെ പോയി വെച്ചാൽ ഒട്ടും റിസൾട്ട് കിട്ടില്ല. പിന്നെ ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് അത്ര വലിയ റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. ഇതിനത്ര വലിയ റേറ്റ് ഒന്നും വരില്ല, 3 മാസം നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഒരു ഡോക്ടർ നമുക്ക് റെക്കമെൻഡ് ചെയ്തത് മാത്രം കഴിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വാങ്ങി കഴിക്കണ്ട, അങ്ങനെ കഴിക്കരുത് കേട്ടോ. അങ്ങനെ കഴിച്ചാൽ ചിലപ്പം നമുക്ക് എന്തൊക്കെ ബോഡിയിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടറെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് വേണം നിങ്ങൾ എടുക്കാൻ. നിങ്ങൾക്ക് ഒരു ഫേസ് പാക്കോ ട്രൈ ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് വൈറ്റമിൻ ഡ്രിങ്ക് കഴിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബോഡിയിലൊക്കെ നിറം വയ്ക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഫുൾ ബോഡി പാക്കൊക്കെ ഇടാനും നിങ്ങൾക്ക് ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് വൈറ്റമിൻ സി ടാബ്ലറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ വൈറ്റമിൻ സി ടാബ്ലറ്റ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് അവർ പറയുന്നൊരു ടാബ്ലറ്റ് എടുക്കുക. പിന്നെ ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുന്നതിനൊപ്പം അതിൻ്റെ സൈഡ് എഫക്റ്റ്, ഞാൻ ബെനിഫിറ്റ് പറഞ്ഞു, പിന്നെ ഒരു സൈഡ് എഫക്റ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ചിലർക്ക് കിഡ്നി സ്റ്റോൺ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, കിഡ്നി പ്രോബ്ലംസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ട്രബിൾ പോലത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ വൈറ്റമിൻ സി ടാബ്ലറ്റ് നമ്മൾ എടുക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന കിഡ്നി സ്റ്റോണൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് ഡെയിലി കഴിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ഡെയിലി കഴിച്ചാലും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നമുക്ക് കിഡ്നിക്ക് വരുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ബെനിഫിറ്റ് ഉള്ള പോലെ തന്നെ സൈഡ് എഫക്റ്റും ഈ ഒരു വൈറ്റമിൻ സിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ വൈറ്റമിൻ സി ടാബ്ലറ്റ് നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വാങ്ങിയിട്ട് കഴിച്ചതല്ല ഈ ഒരു സാധനം എന്ന് പറയുന്നത്, എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് തന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് കഴിക്കുന്നത്. ഞാൻ കഴിച്ചിട്ട്
ഇപ്പോൾ കഴിക്കുന്നില്ല. ഞാൻ കഴിച്ചിട്ട് ഒരു 2-3 മാസം കഴിച്ചിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്ക് വൈറ്റമിൻ സി ടാബ്ലറ്റ് എടുക്കേണ്ട ഒരു കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് ഫുഡിലൂടെയൊക്കെ നമുക്ക് വൈറ്റമിൻ സി ടാബ്ലറ്റിൽ കിട്ടുന്ന അതേ ഗുണങ്ങൾ ഫുഡിലൂടെയും ഫ്രൂട്ട്സിലൂടെയും നമുക്ക് കിട്ടും. അപ്പോൾ അത് കഴിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ച് നമ്മൾ പറയണ ഈ ഗുണങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് മാത്രം നിങ്ങളിത് കഴിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബ്യൂട്ടി ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. വൈറ്റമിനല്ല, ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് പിന്നെ എങ്ങനെയാണ് ഈ ഒരു വൈറ്റമിൻ